വളരെ എളുപ്പത്തിൽ ഒരു ഉഴുന്നുവട തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല 10-15 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിൽ നന്നായിട്ട് എയറൊക്കെ മിക്സ് ആയെങ്കിൽ മാത്രമേ നല്ല പഫി ആയിട്ട് വരുള്ളൂ. 1 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു സവോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില എല്ലാം കൂടി കുരുകുരാന്നരിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്ക കുരുമുളക് ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അത് പൊടിച്ചതേ ഉള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ 2 കൈയും നന്നായിട്ട് നനവുണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടി ഒരു ഹോളാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക. ഓരോ തവണ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴും നമ്മുടെ 2 കൈയും നനവുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം. എണ്ണ തെറിച്ച് കയ്യിൽ വിടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിത് പല തവണ ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അടാറ് ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ്. വേറൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം സൺഡേ ഹാപ്പി. ടാറ്റാ ബൈ ബൈ ചെയ്യൂ.